ഹലോ, അപ്പോഴേ നമുക്കിന്നൊരു അടാറായിട്ട് ഉണ്ടാക്കിയാലോ അല്ലേ? വേറെ ഒന്നല്ല കേട്ടോ, പേരൊക്കെ കിട്ടിയാൽ നിങ്ങൾ ഞെട്ടിത്തിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞെട്ടിത്തിരിക്കാൻ പറ്റിയ സാധനം എന്താണെന്ന് ഓർക്കണ്ടേ? ചമ്മന്തിയാടോ. അപ്പോഴേ ഒരു അടാറായിട്ടും തന്നെയാണ് ഈ സാധനം. കാരണം മലയാളികളുടെ വികാരമാണ് ചമ്മന്തി ഉണ്ടെങ്കിൽ വേറൊരു കറിയും വേണ്ടെന്നൊക്കെ പറയില്ലേ, അതൊക്കെ തന്നെ ഈ സാധനം. നമ്മുടെ ഇടയിൽ ഉച്ചയൂണിന് കൊടുത്ത സാധനം ഉണ്ട് ഇത്. എല്ലാ ദിവസവും ഒന്നും ഇത് കൊടുക്കാറില്ല കേട്ടാ. ഒരു ദിവസം കച്ചമ്പറ്, ഒരു ദിവസം മാങ്ങാച്ചമ്മന്തി, ഒരു ദിവസം പുളിച്ചമ്മന്തി, ഒരു ദിവസം കൊണ്ടാട്ടമുളക്, ഒരു ദിവസം പപ്പട ചമ്മന്തി, പിന്നെ ഒരു ദിവസം എന്താ ഈ ഒരു ചമ്മന്തിയും കൊടുക്കോട്ടാ. അപ്പം ഈ ചമ്മന്തി എന്താണെന്നറിയണ്ടേ? അപ്പം നമുക്ക് കണ്ടു നോക്കാന്നേ. അപ്പോൾ അതേ കലാപരിപാടികൾ ആരംഭിക്കാൻ പോണേണ്. നമ്മൾ ചീനച്ചിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ലേശം വെളിച്ചെണ്ണ കേട്ടോ. ആദ്യം വെളിച്ചെണ്ണ ഇതിന് ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് പറയുമ്പോൾ ഒന്നാമത് തേങ്ങ, അതിൻ്റെ ഇടയിൽ വെളിച്ചെണ്ണ എല്ലാം കൂടെ ആകുമ്പോൾ കൊളസ്ട്രോളിൻ്റെ ശല്യമായിരിക്കും. അതുകൊണ്ട് ലേശം വെളിച്ചെണ്ണ വെച്ചാൽ മതി. എന്നിട്ടതേ കുറച്ച് വറ്റൽമുളക് കേട്ടാ. പിന്നെ ഓരോരുത്തരുടെ എരിവൊക്കെ എങ്ങനെയാണെന്ന് ഓരോരുത്തർക്കല്ലേ അറിയാൻ പാടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചൊക്കെ വറ്റൽമുളക് എടുക്കണം. നമുക്ക് കുറച്ച് എരിവ് കൂടുതലുള്ള ടീമാണ്, അതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ മുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്തെടുക്കാം. വിറകടുപ്പൊക്കെ ഉണ്ടെങ്കിൽ വല്ല ചുട്ടെടുത്താൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്ത് ചെയ്യാൻ, വിറകടുപ്പില്ലല്ലോ, നമുക്ക് ഇതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. മുളക് വറുത്ത എണ്ണയിലോട്ടെ ഇതാ 5-6 ഏമ്മണ്ടായും ഉള്ളി ഉണ്ടായിരുന്നു, അതങ്ങടെ അരിഞ്ഞങ്ങ് ഇട്ട് കൊടുത്ത്. പിന്നെ ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് വഴറ്റി ഒന്ന് തേങ്ങ എടുക്കാൻ പോയപ്പോൾ എൻ്റെ നേരത്തെ നെഞ്ച് പെടപെടാ എടുക്കണേണ്ട. വേറൊന്നുമല്ല, അവളല്ലേ തേങ്ങ ഇരണ്ടണ. അപ്പം എടുത്താൽ പോയിക്ക് അവൾ പറയണേടോ കുറച്ചിടോ തേങ്ങ, കുറച്ചിടോ തേങ്ങ എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് പോടിയൊന്ന്, ഇത് ചമ്മന്തിയാണ്, ആൾക്കാരുണ്ടാവുമ്പോൾ ചോദിച്ചാൽ കൊടുക്കണ്ടേണ്, കുറച്ചധികം തന്നെ തേങ്ങ ഇടാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചധികം തന്നെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നേ കുറച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണ്ട. വറുത്തെടുക്കാനൊന്നും ഞാൻ പറയണില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം അതേപോലെ ചെയ്യണം കേട്ടോ, പറഞ്ഞതുപോലെയൊക്കെ അനുസരിക്കണേ. ഇപ്പം അതേ നമ്മുടെ തേങ്ങ അതേ വറുത്തൊക്കെ വന്നിട്ടുണ്ട്, വറുത്തല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കേ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യമേ വറുത്ത് വെച്ചേക്കണം വറ്റൽമുളകിനെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പം പൊടിച്ചെടുക്കണമെന്ന് വെച്ചാൽ തരിതരി പോലെയാണ് കേട്ടോ പൊടിച്ചെടുക്കേണ്ടതാ. ഇതേ കണ്ടില്ലേ, ഇത് ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ആ തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. തേങ്ങ പച്ചത്തേങ്ങ ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ ഒന്ന് ചൂടാക്കി ഇട്ട് കൊടുക്കുമ്പോൾ അല്ലേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു ചമ്മന്തിക്ക്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും അതേപോലെ ഒരു ചെറുനാരങ്ങ വലിപ്പമൊന്നും പറയില്ലേ, അതൊന്നും വേണ്ട, കുറച്ച് പുളി കേട്ടാ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരിയാവില്ല, കാരണം ഞാൻ ചെറുനാരങ്ങ വലിപ്പത്തിൽ ഉരുട്ടി എടുക്കേണ്ടി വരും. പിന്നെ അതും കൂടി ഇട്ട് കൊടുത്തതേ ചമ്മന്തി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള തേങ്ങയും കൂടി ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കല്ലിലിട്ടൊക്കെ അരച്ച് അതിൽ കുറച്ച് ചോറൊക്കെ ഇട്ട് പുരട്ടി തിന്നുമ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയാമോ. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഒന്നും സാഹചര്യമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മിക്സിയിലിട്ടെല്ലാം അടിച്ചെടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി അങ്ങനെ കുഴച്ചത്. ഇതൊക്കെ കുഴച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് രാവിലെ പുട്ടിനുണ്ടാക്കിയ പപ്പടം 5-6 ബാക്കി, 5-6 അല്ല 3-4 അത് ബാക്കിയുണ്ടല്ലോ. എന്നാൽ പിന്നെ അതും കൂടി അങ്ങോട്ട് പൊടിച്ചെടുത്തിട്ട് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാ അതും കൂടി അതിലേക്ക് പൊടിച്ചിട്ടപ്പോൾ എൻ്റെ നെത്ത് പറയണേ ഇത് ചേട്ടൻ കേബേജിന് ഇടാൻ വെച്ചെന്ന് ചേടോന്ന്. ഞാൻ പറയാം കേബേജിന് ഇന്ന് ഇടണ്ട, കാരണം എന്താണെന്നറിയുമോ, നമ്മൾ രാവിലെ പുട്ടിനൊക്കെ ബാക്കി തന്നെ പപ്പടം ഇല്ലേ, അതെന്ത് ചെയ്യുന്നോ, ഒന്നില്ലെങ്കിൽ ചേട്ടൻ കൊണ്ട് കേബേജിലിടും, അല്ലെങ്കിൽ രസത്തിലൊക്കെ ഇടും പൊടിച്ചിട്ടാ. പക്ഷേ ഞാനാ പറഞ്ഞേ ഇന്നിപ്പോൾ കേബേജിലിടണ്ട, നമുക്ക് ചമ്മന്തിയിൽ ഇടാമെന്ന് പറഞ്ഞു. ഒരു വെറൈറ്റി ആയിക്കോട്ടേന്നേ. അങ്ങനെ നമ്മുടെ ചമ്മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നിട്ട് ഈ ഒരു ചമ്മന്തി, അത്രയും ടേസ്റ്റ് ആയിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റും. എൻ്റെ അടിപൊളി എന്നുള്ള ഒരു കടുപ്പിച്ച ഒരു വാക്ക് വേണ്ട, അതിൽ തന്നെ ഉണ്ട് അതിൻ്റെ ടേസ്റ്റിൻ്റെ ഗുണം. ഇനി കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തേങ്ങ എടുത്തിട്ട് ഇതേപോലത്തെ ഒരു ചമ്മന്തി ഉണ്ടാക്കിക്കോ, മൂക്ക് മുട്ടേ ചോറ് തിന്നും, അത്രയും ടേസ്റ്റാണ്. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, ഞാൻ ഗ്യാരണ്ടി കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേട്ടോ ഈ ചാനൽ. ഞാനേ നാളെ നല്ലൊരു വിഭവം കടയിൽ ഉണ്ടാക്കണതായിട്ട് ഓടി വരാം കേട്ടോ. അപ്പം ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് ഒരിക്കൽ കൂടി താങ്ക് യു.